എല്ലാവരെയും ഇൻഫിഡൽസിൻ്റെ ഇസ്ലാമിലെ ഫത്വകൾ എന്ന സീരീസിൻ്റെ 3ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇതിന് മുമ്പത്തെ എപ്പിസോഡ് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഈ ചാനലിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ അതിനുവേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ പോയി കഴിഞ്ഞാൽ ഇത് കാണാവുന്നതാണ്. ദീനുൽ ഇസ്ലാമിൻ്റെ മഹത്തായ ഇതുപോലുള്ള ഫത്വകൾ വായിക്കുമ്പോൾ ആളുകൾ എന്തിനാണ് വികാരം കൊള്ളുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള മാതൃകകളുടെ ആ ഒരു ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ഇസ്ലാമിലെ ആധുനിക സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളാണ് വായിക്കുന്നത്. അല്ലാണ്ട് ഇസ്ലാം മത വിമർശകരുടെ പുസ്തകമല്ല വായിക്കുന്നത്. എന്തെങ്കിലും വിമർശനം ഉണ്ടെങ്കിൽ ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാരോടാണ് നിങ്ങൾ പറയേണ്ടത്. നിങ്ങൾ ഈ പറഞ്ഞ ഫത്വകളിൽ എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ അവരോടാണ് നിങ്ങൾ പറയേണ്ടത്. അവർ പറയുന്ന ഇസ്ലാമിൻ്റെ മാതൃകകൾ നമ്മളിവിടെ തുറന്ന് കാണിക്കുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിൽ ഫത്വകൾ വായിക്കുമ്പോൾ അതിനൊരു ഇസ്ലാമിക മാനം കിട്ടുന്നില്ല എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ഒരു മ്യൂസിക്കും കൂടെ ഇന്നത്തെ ഫത്വയിൽ ഇട്ടേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഇസ്ലാമിക മ്യൂസിക്കിൻ്റെ അകമ്പടിയോടെ ആയിക്കോട്ടെ ഇന്നത്തെ ഫത്വ വായിക്കൽ എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ചാനൽ ഫോളോ ചെയ്യാത്ത പ്രത്യേകിച്ച് വിശ്വാസികളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ഫോളോ ചെയ്യേണ്ടതാണ്. ഇസ്ലാമിൻ്റെ മഹത്തായ ഫത്വകളുടെ അടുത്ത അധ്യായമാണ് ഇവിടെ തുറക്കുന്നത്. ഇന്ന് നമ്മൾ വായിക്കുന്ന ഫത്വ എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പത്തെ 2 എപ്പിസോഡിൽ വായിച്ച അതേ പുസ്തകത്തിൽ തന്നെയാണ്. പുസ്തകത്തിൻ്റെ പേര് മുസ്ലിം സ്ത്രീയും സലഫി ഫത്വകളും എന്ന് പറഞ്ഞ പുസ്തകങ്ങളാണ്. ഇസ്ലാമിക പണ്ഡിതന്മാരുടെ സലഫുസ്സാലിഹി പണ്ഡിതന്മാരുടെ ഫത്വകളാണ് നമ്മൾ 2 എപ്പിസോഡുകളായിട്ട് വായിച്ചിട്ടുള്ളത്. ഇന്നിവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്ന ഫത്വ എന്ന് പറഞ്ഞാൽ ഒരു ഫത്വയല്ല, ഒന്നിലധികം ഫത്വകളാണ് ഇവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫത്വയുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഹിജാബാണ്. അപ്പോൾ എന്താണ് ഹിജാബ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള 2-3 ഫത്വകളാണ് ഇവിടെ വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ സാധാരണ ഹിജാബ് എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഭൂരിപക്ഷം ആളുകൾ മനസ്സിലാക്കുന്നത് തല മറയ്ക്കുക, തലയിൽ തട്ടമിടുക എന്ന വിഷയത്തിലാണ് അധികം ഹിജാബ് എന്ന് പറയാറ്. ഒരു ചെറിയൊരു സംഭവം കൂടെ പറയാം. ഹിജാബിനെ കുറിച്ച് പറയുമ്പോൾ എപ്പോഴും ഹിജാബിനെ യുക്തിവാദികളും സ്വതന്ത്ര ചിന്തകരും വിമർശിക്കുന്നത് ഹിജാബ് എന്ന വസ്ത്രം ഒരാളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെ തടയുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അതല്ലാതെ ഏതെങ്കിലും ഒരു മനുഷ്യന് ഇഷ്ടമുള്ള ഒരു വസ്ത്രം ധരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല അധികമായും അതിനെ വിമർശിക്കുന്നത്. ഒരാൾ എന്ത് ധരിക്കണം എന്ത് ധരിക്കേണ്ട എന്നുള്ളത് അയാളല്ലാത്ത ബാക്കിയുള്ള ആളുകൾ തീരുമാനിക്കുന്ന ഒരു പ്രവണത, അത് ഈ ആളുകളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണത. ഒരാൾ എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ന് ഇന്ത്യയിലൊക്കെ സംഘപരിവാർ തീരുമാനിക്കുന്ന അതേപോലുള്ള ഒരു സിസ്റ്റമാണ്. ഒരാൾ എന്ത് ധരിക്കണം എങ്ങനെ പുറത്തിറങ്ങണം എന്ന് മതപണ്ഡിതന്മാരും പുരുഷ മേധാവികളും ആരാണോ വസ്ത്രം ധരിക്കുന്ന വസ്ത്രം ധരിക്കുന്ന ആളല്ലാത്ത ആളുകൾ തീരുമാനിക്കുന്ന ഒരു പ്രവണതയാണ്, ഒരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ ഇതുപോലുള്ള വസ്ത്രധാരണത്തിൻ്റെ ഈ വിഷയത്തിൽ കൂടുതൽ വിമർശനം ഉന്നയിക്കാറ്. അപ്പോൾ അതിന് മറുപടിയായിട്ട് സാധാരണ വരുന്ന മറുപടി എന്താണെന്ന് പറഞ്ഞാൽ, വസ്ത്ര സ്വാതന്ത്ര്യം, ഒരു വ്യക്തി എന്ത് ധരിക്കണം എന്നുള്ള ഇസ്ലാമിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ്, ഫ്രീഡം ഓഫ് ചോയ്സ് ആണ്, ഇസ്ലാമിൽ ഇതൊരു ഫ്രീഡം ഓഫ് ചോയ്സ് ആണ് എന്ന രീതിയിൽ പോലും ആളുകൾ പറയാറുണ്ട്. അപ്പോൾ ആ വിഷയത്തിൽ ഇസ്ലാമിക സലഫി പണ്ഡിതന്മാരുടെ വാക്കുകൾ എന്താണെന്നാണ് നമ്മളിന്നിവിടെ പരിശോധിക്കുന്നത്. അതിൽ ഫത്വകൾ എന്തൊക്കെയാണ്, എന്താണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ പരിശോധിക്കുന്നത്. അതിൽ ഞാൻ ഒരു ഫത്വയുടെ ഹെഡിങ് ഹിജാബിന് സ്ത്രീയെ നിർബന്ധിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെഡിങ്ങാണ്. അതിൽ ഒരാൾ ചോദ്യം ഇങ്ങനെയാണ്: ഞാനും ഭാര്യയും തമ്മിൽ പിണക്കമുണ്ടായി. ഭാര്യ സഹോദരൻ ഇടപെട്ട് പ്രശ്നം സങ്കീർണമാക്കി. ഇത് വിവാഹമോചനത്തിൽ കലാശിച്ചു. തുടർന്ന് എൻ്റെ മാതാവ് എനിക്ക് മറ്റൊരു ഇണയെ കണ്ടെത്തി. അവൾ ഹിജാബ് നിയമം ഒട്ടും പാലിക്കുന്നില്ല. ഇപ്പോൾ അവൾ ഗർഭിണിയുമാണ്. ഞാൻ എന്ത് ചെയ്യണം? ഇവളെ ഉപേക്ഷിച്ച് ആദ്യത്തെ ഭാര്യയെ തിരിച്ചെടുക്കണോ? എനിക്കാവട്ടെ ആദ്യത്തെ ഭാര്യയിൽ മക്കളുമുണ്ട്. ഈ പ്രതിസന്ധി ഞാൻ എങ്ങനെ തരണം ചെയ്യും? ആദ്യത്തെ ഭാര്യയുമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അത് ഡിവോഴ്സിലെത്തി. പിന്നീട് വിവാഹം കഴിച്ച ആൾക്ക് ഹിജാബ് ഇടാൻ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല.
ആദ്യത്തെ ഭാര്യയെ തന്നെ വിവാഹം കഴിക്കണമോ, ഭാര്യയെ വിവാഹം മോചനം ചെയ്യട്ടെ, എന്താണ് അതിലൊരു കൺഫ്യൂഷനുള്ളൊരു ഭർത്താവിൻ്റെ വ്യഥയാണ് ഇവിടെ ഒരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് ഉസൈമിനാണ്. ഉസൈമിൻ സാറിൻ്റെ മറുപടി ഇങ്ങനെയാണ്: പുതിയ ഭാര്യയിൽ നീ സംതൃപ്തയാണെങ്കിൽ ഹിജാബിൻ്റെ കാരണം കൊണ്ട് മാത്രം അവളെ ഒഴിവാക്കേണ്ടതില്ല. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് തരുന്നത്. എന്താണ് പറയുന്നത്? പുതിയ ഭാര്യയിൽ നീ സംതൃപ്തയാണെങ്കിൽ ഹിജാബിൻ്റെ കാരണം കൊണ്ട് മാത്രം അവളെ ഒഴിവാക്കേണ്ടതില്ല. അതുകൊണ്ട് മാത്രമൊന്നും ഇങ്ങനെ ഒഴിവാക്കേണ്ട, അത് മോശമാണ്. എന്താ ചെയ്യേണ്ടത്? മുഖം തുറന്ന് പുറത്തു പോകാൻ അനുവദിക്കാതിരിക്കാനുള്ള അധികാരം നിനക്കുണ്ടല്ലോ എന്നാണ്. എന്താണ്? അവളെ പുറത്തേക്ക് വിടാഞ്ഞാൽ മതി. അവിടെ തലമറയ്ക്കാതെ പുറത്തേക്ക് പോകണം എന്നല്ല പറയണത് ഉസൈമിൻ. എന്താ പറയണത്? മുഖം തുറന്ന് പുറത്തേക്ക് പോകാൻ അനുവദിക്കാതിരിക്കാനുള്ള അധികാരം നിനക്കുണ്ടല്ലോ എന്ന്. അപ്പോൾ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? മുഖം കൂടെ മറയ്ക്കലാണ്. ഉസൈമിൻ സാറിൻ്റെ, ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് ഉസൈമിൻ സാറിൻ്റെ കാഴ്ചപ്പാടിൽ ഹിജാബ് എന്ന് പറഞ്ഞാൽ മുഖം കൂടെ മറയ്ക്കണം. മുഖം തുറന്ന് പുറത്തു പോകാൻ അനുവദിക്കാതിരിക്കാനുള്ള അധികാരമുണ്ട് നിനക്കുണ്ടല്ലോ എന്നുള്ള ഒരു പ്രസ്താവനയാണ് പറയുന്നത്. എന്നിട്ട് അദ്ദേഹം അവിടെ നിർത്തുന്നില്ല. മുഖം തുറന്നിടാതിരിക്കാൻ അവളെ പരമാവധി ഉപദേശിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു ഉപദേശം കൊടുക്കണം. മുഖം തുറന്നിടരുത് എന്നിട്ട് പറയുകയാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരോടും മക്കളോടും മുസ്ലിം വനിതകളോടും അള്ളാഹു കൽപ്പിച്ചത് ജിൽബാബ് ധരിക്കാനാണല്ലോ. മുഖവും തലയും ആകെ മൂടുന്ന വസ്ത്രമാണല്ലോ ജിൽബാബ്. സ്ത്രീ ശരീരം മുഴുവൻ മറയ്ക്കണമെന്നാണ് ഖുർആനും സുന്നത്തും നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. കൈകാലുകളും തലമുടികളും കാണുന്നതിനേക്കാൾ എത്രയോ ഗൗരവതരമാണല്ലോ മുഖം കാണൽ. സ്ത്രീ തലയും കൈകാലുകളും മറയ്ക്കണമെന്നും മുഖം തുറന്നിടണമെന്നും പറയുന്നതിൽ യുക്തിഹീനതയില്ലേ? അത് യുക്തിയില്ലായ്മയല്ലേ? മുഖമല്ലേ മനുഷ്യൻ്റെ സൗന്ദര്യ കേന്ദ്രം. അതുകൊണ്ട് പ്രിയ മുസ്ലിം സ്ത്രീ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കുക, റബ്ബുൽ ആലമീനായ തമ്പുരാനെ നീ സൂക്ഷിക്കുക. എന്താണ് എന്നിട്ട് പറയുന്നത്? ഭർത്താവും മഹറവുമല്ലാത്തവരിൽ നിന്ന് ശരീരഭാഗങ്ങൾ മുഴുവനും മറയ്ക്കുക. ഈ ഫത്വ വന്നിട്ടുള്ളത് അൽ മുസ്ലിമൂൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ലക്കം 59-ൽ കൊടുത്തിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമിൻ്റെ ഫത്വയാണത്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു സ്ത്രീ, സാധാരണ നമ്മൾ പറയാൻ തലമറയ്ക്കുന്നതിനെക്കുറിച്ചാണ്. ഒരു മനുഷ്യൻ്റെ ഐഡൻറ്റിറ്റി പോലും പുറത്ത് കാണിക്കരുത് എന്നുള്ള രീതിയിലാണ് ഇവിടെ ഉസൈമിൻ ഫത്വ കൊടുക്കുന്നത്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ്, ഒരു സമൂഹത്തിൽ ജീവിക്കുകയാണ്. സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ അയാളുടെ ഐഡൻറ്റിറ്റി ആയിട്ടുള്ള മുഖം, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അയാൾ അങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരാളുടെ മുഖം നോക്കിയാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ആ മുഖം പോലും പുറത്ത് കാണിക്കരുത് മഹറമല്ലാത്ത ആളുകളുടെ മുമ്പിൽ എന്നാണ് ഉസൈമിൻ സാറുടെ ഫത്വ. അപ്പോൾ ഈ ഫത്വകളൊക്കെ കേൾക്കുമ്പം ആളുകൾ ഇവിടെ പറയാറുണ്ട്, സാധാരണ മുഖം മറയ്ക്കൽ നിർബന്ധമൊന്നുമില്ല. ഉസൈമിൻ സാർ അതൊരു നിർബന്ധമുള്ള പോലെ തന്നെയാണ് പറയുന്നത്. ഓക്കെ, അവിടെ അപ്പോൾ ന്യായങ്ങൾ വെക്കാറുണ്ട് പല ആളുകളും. ആ ന്യായങ്ങൾ ഇസ്ലാമിൻ്റെ ഭാഗത്ത് തന്നെ പുരോഗമന സമൂഹത്തിലിരുന്നിട്ട് ചില ആളുകൾ മുഖം മറയ്ക്കുന്നതൊക്കെ ഭയങ്കര ബാക്ക്വേർഡാണ്, നമുക്ക് തല മറച്ചാൽ മതി, തല മറയ്ക്കലാണ് പറഞ്ഞിട്ടുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ വ്യാഖ്യാനിക്കാറുമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ മുഖം മറയ്ക്കുന്നതിനെക്കുറിച്ച്, കാരണം ഹിജാബിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്, എപ്പോഴും തല മറയ്ക്കുന്നതിനെക്കുറിച്ച് നമുക്കറിയുന്നതാണ്. അതിൻ്റെ പേരിൽ ഇറാനിലൊക്കെ ആളുകളെ അടിച്ചു കൊല്ലുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, എല്ലാവർക്കും അറിയാവുന്ന കഥകളാണ്, ഞാൻ ആ കഥകളിലേക്ക് പോകുന്നില്ല. ഇനി വേറൊരു ചാപ്റ്ററിൽ ഇതേ വിഷയത്തിൽ തന്നെ വേറൊരു ഫത്വ, അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: ഹിജാബിനെതിരെ ദുർന്യായങ്ങൾ. കുറച്ച് ആളുകൾ ദുർന്യായങ്ങൾ പറയുന്നു ഹിജാബിനെതിരെ. എന്താണ് ആളുകൾ പറയുന്ന ദുർന്യായങ്ങൾ എന്ന് പറഞ്ഞ ഒരു ചോദ്യമുണ്ട്, ഒരു ചോദ്യമായിട്ടാണ് വരുന്നത്. ആ ചോദ്യം ഇങ്ങനെയാണ്: ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നബി സന്നിധിയിൽ മുഖവും കൈയും തുറന്നിട്ടുകൊണ്ട് പ്രതിശ്രുത വധു തൻ്റെ വരവ് എന്തോ പാനീയം നൽകിയതായി കാണുന്നുണ്ടല്ലോ, ഇത് സംബന്ധമായി എന്തു പറയുന്നു? അപ്പോൾ ഷെയ്ഖ് മുഹമ്മദ് ഉസൈമിൻ സാറ് അവിടെ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: സ്ത്രീകൾ മുഖവും കൈയും തുറന്നിട്ടിരുന്നുവെന്ന് കുറിക്കുന്ന ഇത്തരം ഹദീസുകളെല്ലാം ഹിജാബിൻ്റെ ആയത്തിറങ്ങുന്നതിന് മുമ്പായിരുന്നു. ഹിജ്റ 6-ാം വർഷമായിരുന്നു ഹിജാബിൻ്റെ ആയത്തിറങ്ങിയത്. അതിന് മുമ്പുള്ള
സ്ത്രീകൾക്ക് മുഖം തുറന്നിടാമായിരുന്നു. സെമീൻ സാറ് പറഞ്ഞത് അതിന് മുമ്പ് സ്ത്രീകൾക്ക് മുഖം തുറന്നിടാമായിരുന്നു. ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയപ്പോൾ മുഖം മറക്കുക കൂടാണ് ചെയ്തിട്ടുള്ളത്. ഹിജാബിൻ്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷവും ഇത്തരം വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വ്യാഖ്യാന വിധേയമാക്കേണ്ടതാണ്. അതിൽപ്പെട്ടതാണ് ഒരു ഖസ്അമി ഗോത്രക്കാരി ഹജ്ജത്തുൽ വിദായിൽ എന്തോ മസ്അല ചോദിക്കാനായി വന്നപ്പോൾ ഉണ്ടായ സംഭവം. ഈ സമയത്ത് ഫള് ബിൻ അബ്ബാസ് നബിയുടെ വാഹനത്തിൻ്റെ പിൻസീറ്റിലുണ്ടായിരുന്നു. നബിയുടെ വണ്ടീൻ്റെ ബാക്കിലെ സീറ്റിൽ നമുക്കൊരുണ്ടായിരുന്നു. ആരാണ് ഉണ്ടായിരുന്നത്? ഫള് ബിൻ അബ്ബാസ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. ഫള് ആ സ്ത്രീയെയും സ്ത്രീ ഫളിനെയും പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു. അവർ പരസ്പരം നോക്കി. അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫളിൻ്റെ മുഖം മറ്റൊരു ഭാഗത്തേക്ക് തിരിച്ചു. അങ്ങോട്ട് നോക്കല്ലേടാ എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ തിരിക്കൽ. ഓക്കെ, ഫളിൻ്റെ മുഖം മറ്റൊരു ഭാഗത്തേക്ക് തിരിപ്പിച്ചു. സ്ത്രീയുടെ മുഖം ഔറത്തല്ലെന്ന് ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ചിലർ വാദിക്കാറുണ്ട്. എന്നാൽ ഈ ഹദീസ് രണ്ടിനും സാധ്യതയുള്ളതാണ്. മുഖം തുറന്നിട്ടതിനാൽ അത് ഔറത്തല്ലെന്ന് തെളിവെടുക്കാമെങ്കിലും മുഖം ഔറത്താണെന്നതിലേക്കാണ് ഈ ഹദീസ് കൂടുതൽ വിരൽ ചൂണ്ടുന്നത്. കാരണം സ്ത്രീ ഇഹ്റാമിലായിരുന്നു. ഇഹ്റാമിലാകുമ്പോൾ മുഖം തുറന്നിടാമല്ലോ. ഇഹ്റാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഹജ്ജിന് ഉംറക്കൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ സ്വാമിമാരൊക്കെ മുണ്ടെടുക്കുന്ന മാതിരി ഒരു സെറ്റപ്പാണ്. വിശ്വാസികൾക്കൊക്കെ മനസ്സിലാവും, ബാക്കിയുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണ്. അന്ന് ഉണ്ടാകുന്ന അങ്ങനത്തെ ഒരു വസ്ത്രധാരണ രീതിയാണ്. അതായത് ഇഹ്റാം കെട്ടുക എന്ന് പറയുന്നത്. ഇഹ്റാമിലാകുമ്പോൾ മുഖം തുറന്നിടാമല്ലോ. അതിലുപരി ഫള് ആ സ്ത്രീയെ കാണുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കുന്നു. നബി തങ്ങൾക്കാവട്ടെ, ഇങ്ങനെയാണ് അതിലൊരു കോമഡി വരുന്നത്, നബി തങ്ങൾക്കാവട്ടെ അന്യ സ്ത്രീകളെ നോക്കാനും അവളുമായി ഏകാന്തമാകാനും സ്വാതന്ത്ര്യമുണ്ട്. നബി അങ്ങനെ ചില്ലറക്കാരനൊന്നല്ല, മൂപ്പർക്ക് പ്രത്യേക പ്രിവിലേജ് ഉള്ള ഒരാളാണ്. എന്താണ്? അന്യ സ്ത്രീകളെ നോക്കാനും അവളുമായി ഏകാന്തമാകാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്നാണ് പറയുന്നത്. മഹറമില്ലാതെയും വലിയില്ലാതെയും നബി തങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള അനുവാദം പോലെയാണിത്. ഇതിലൂടെ വരികയാണ് വേറൊരു സാധനം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏതു സ്ത്രീകളുടെ കൂടെയും ഏകാന്തമായി ഇരിക്കാനും അവരുടെ മുഖം കാണാനും ഒക്കെ ഓക്കെയാണ്. എന്തുപോലെ മുഹമ്മദിന് വലിയില്ലാതെ വിവാഹം കഴിക്കാൻ പറ്റും. കാരണം മുഹമ്മദിൻ്റെ പല വിവാഹങ്ങളും ഒരു വലിയ പോലും ഇല്ല. കാരണം അവിടെ എവിടെയും പോയിട്ട് യുദ്ധത്തിൽ പോയിട്ട് ശത്രുക്കളെ പരാജയപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ ആളുകൾക്കൊരു വിഷമം വരും. ഓക്കെ, അവിടെ നിന്ന് കൊണ്ടുവന്നാണല്ലോ. അപ്പോൾ വലിയൊക്കെ മരിച്ചു പോയിണ്ടാവും. ഓക്കെ, ഓട്ടർഷ അടിച്ച് മരിച്ചതല്ല, പക്ഷേ അങ്ങനെ മരിച്ചു പോയിണ്ടാവും. ഓക്കെ, ഇനി പരമാവധി പറഞ്ഞാൽ ഈ ഹദീസ് രണ്ടിനും സാധ്യതയുള്ളതാണെന്ന് വരുന്നു. ഇങ്ങനെ ഇഹ്തിമാൽ, അതായത് സാധ്യത ഉള്ളതാണെങ്കിൽ രണ്ടിനും തെളിവെടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ സ്ത്രീ ശരീരം മുഴുവൻ ഔറത്താണ്. സ്ത്രീകൾ മുഖം പ്രത്യക്ഷമാക്കുന്നതിൽ പല വിപത്തുകളും ഉണ്ടാകുമെന്ന് ഇന്ന് സുവിദിതമാണല്ലോ. സ്ത്രീകൾക്ക് മുഖം തുറന്നിട്ട് നടക്കാൻ അനുവാദം നൽകിയ രാഷ്ട്രങ്ങളിലെ ഇന്നത്തെ അവസ്ഥ എന്താണ്? വളരെ പരിതാപകരമാണ്. അവർ തലയും മുഖവും പിരടിയും നെഞ്ചും കൈകാലുകളും തുറന്നിട്ട് കൊണ്ടല്ലേ ഇന്ന് നടക്കുന്നതാ. അവസാനം പൂർണ്ണ നഗ്നനായി നടക്കുന്നത് പോലും അവർക്ക് തടയാനാവുന്നില്ല. നാശത്തിൻ്റെ ഒരു ദ്വാരം നാം തുറന്നു കൊടുത്താൽ പിന്നീട് അത് വിശാലമായിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ നോക്കുമ്പോൾ രേഖാപരവും ബുദ്ധിപരവുമായ തെളിവുകളെല്ലാം സ്ത്രീമുഖം ഔറത്താണെന്നാണ് അറിയിക്കുന്നത്. ഇതുപോലെ സ്ത്രീകൾ കാലു മറക്കേണ്ടതുണ്ടെന്നും കൈ മറക്കേണ്ടതില്ലെന്നുമുള്ള ചിലരുടെ വാദം ഏറെ വിചിത്രമാണ്. ഇവിടെ ബുദ്ധിപരമായി നോക്കുമ്പോൾ തന്നെ കാല് വിരലുകളേക്കാൾ മറയ്ക്കാൻ അർഹമായത് കൈ വിരലുകളാണ്. കാരണം കൈ വിരലുകൾക്കാണല്ലോ ഏറെ ആകർഷണീയതയുള്ളത്. ഇതുപോലെ കാൽ മറയ്ക്കൽ നിർബന്ധമാണെന്നും എന്നാൽ മുഖം മറയ്ക്കേണ്ടതില്ലെന്നുമുള്ള മറ്റു ചിലരുടെ വാദവും ഇതിനേക്കാൾ വിചിത്രമായിരിക്കുന്നു. പരിശുദ്ധ ശരീഅത്ത് ഇങ്ങനെ ഒരു നിയമം ആവിഷ്കരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് കഴിയുന്നുണ്ടോ? പുരുഷന്മാർക്ക് സ്ത്രീമുഖത്തിലേക്കുള്ള ആകർഷണീയത അവരുടെ മറ്റൊരവയവത്തിലേക്കുമില്ല. വിവാഹാലോചനകളിലെല്ലാം മുഖഭംഗിയാണല്ലോ നോക്കാറുള്ളത്, അല്ലാതെ പാദഭംഗിയല്ലല്ലോ. ഔറത്ത് എന്ന പദത്തിനർത്ഥം കണ്ടാൽ നാണമുണ്ടാകുന്നത് എന്നല്ല, മറിച്ച് മറയ്ക്കൽ നിർബന്ധമായതും
തുറന്നിട്ടാൽ പല നിലയ്ക്കും നാണക്കേടും നാശവും ഉണ്ടാകുന്നതും എന്നാണ്. ഈ നിലയിൽ നോക്കുമ്പോൾ മുഖം തുറന്നിടുന്നത് നാശഹേതുകമാണ്. മുഖം തുറന്നിടുന്നത് നാശഹേതുകമാണ്. അതിനാൽ മറയ്ക്കൽ നിർബന്ധവുമാണ്. അപ്പോൾ നാശവും കുഴപ്പവും വളരെ വർദ്ധിച്ച കാലഘട്ടമാണ്. ഇതുകൊണ്ട് തന്നെ ചില പിൻകാല പണ്ഡിതന്മാർ ഈ വിഷയവുമായി പണ്ഡിത ഏകോപനമുണ്ടെന്ന് പോലും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇബ്നു റിസാലിൽ നിന്നും ഈ അഭിപ്രായം നെയ്ലുൽ ഔത്താറിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. പുരുഷന്മാരുടെ ഈമാനിക ദൗർബല്യവും സ്ത്രീകളുടെ ചാരിത്ര കളങ്കവും പരിഗണിക്കുമ്പോൾ മുഖം തുറന്നിടൽ അനുവദനീയമാണെങ്കിൽ തന്നെ ഈ കാലഘട്ടത്തിൽ അത് നിഷിദ്ധമാണെന്ന് പറയാവുന്നതാണ്. എന്താണ് അതിന് കാരണം? അനുവദനീയമായ ഒരു കാര്യം തന്നെ ഹറാമിന് നിമിത്തമായാൽ ആ അനുവദനീയ കാര്യവും ഹറാമായി ഭവിക്കുന്നതാണ്. അത് ഷെയ്ഖ് മുഹമ്മദ് സാലിഹ് ഉസൈമിന് ഫത്താവൽ ഹറാം പേജ് 272, 275 അതിൽ പറഞ്ഞിട്ടുള്ള വലിയൊരു ഫത്വയാണ്. ഭയങ്കര വിശദീകരണമായിട്ട് പോയിട്ടുള്ള ഫത്വയാണ്. എന്താണ് ചുരുക്കി പറഞ്ഞാൽ ഫത്വയിൽ പറയുന്നത്? ചില ആളുകളൊക്കെ ചില ഹദീസിൽ ചില ഭാഗങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് എന്ത് പറയുന്നു? മുഖമൊന്നും മറയ്ക്കേണ്ടതില്ല, അതുപോലെ കൈ കാല് മറയ്ക്കണം, ബാക്കിയെല്ലാം മറയ്ക്കണം, തലയും മുടിയൊക്കെ മറയ്ക്കണം എന്ന ന്യായമായിട്ട് വരുന്ന ആളുകൾക്കുള്ള മറുപടി ആയിട്ടാണ് തെളിവുകൾ നിരത്തി ഷെയ്ഖ് സാലിഹ് ഉസൈമിൻ ഇത് പറയുന്നത്. അതായത് ഒരു മനുഷ്യന് എന്ത് ചെയ്യരുത്, അയാളുടെ ഐഡൻറ്റിറ്റി സ്ത്രീ ആയതിൻ്റെ പേരിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതാരാ പോകുന്നതെന്ന് ആരും അറിയരുത്. മനസ്സിലായില്ലേ? കാരണം എന്താണ്? ഒരു സ്ത്രീ പുരുഷൻ്റെ പ്രോപ്പർട്ടിയാണ്. ആ സ്ത്രീക്ക് സ്വന്തമായ ഒരു വ്യക്തിത്വം പോലുമില്ല. ഒരു സമൂഹത്തിൽ ജീവിക്കുന്നു എന്ന് ആരും അറിയുക പോലുമില്ല, അറിയാൻ പോലും പാടില്ല. ആ ഒരവസ്ഥയിലേക്ക് സ്ത്രീകളെ എത്തിക്കുന്ന ഇസ്ലാമിൻ്റെ മഹത്വമായ ഒരു സമ്പ്രദായമാണ് എന്ത്? ഹിജാബ്. ആ ഹിജാബിനെയാണ് എന്ത്? വസ്ത്ര സ്വാതന്ത്ര്യമായിട്ടും ഒക്കെ ആളുകൾ അവതരിപ്പിക്കുന്നത്. ഹിജാബ് ഈസ് എ ചോയ്സ് എന്നൊക്കെ പറയുന്ന ആളുകൾ അറ്റ്ലീസ്റ്റ് ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ പറയുന്ന ഫത്വകളെങ്കിലും ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഹിജാബ് ചോയ്സ് അല്ല. ഹിജാബിൽ ചോയ്സ് ഉണ്ട്. എന്താണ്? ഏത് കളറുള്ള തുണി എടുക്കണം എന്നുള്ള വിഷയത്തിൽ മാത്രമേ ചോയ്സ് ഉള്ളൂ. അല്ലാതെ അത് ധരിക്കണോ ധരിക്കണ്ടേ എന്നുള്ള വിഷയത്തിൽ ഒരു ചോയ്സും ഇല്ല. അത് തല മാത്രം മറയ്ക്കുന്നതല്ല ഹിജാബ് എന്നാണ് ഷെയ്ഖ് സാലിഹ് ഉസൈമിൻ പറയുന്നത്. എന്താണ്? തല മറയ്ക്കുന്നത് മാത്രമല്ല ഹിജാബ്, മുഖം കൂടെ മറയ്ക്കണം. ശരീരം മുഴുവനും ഔറത്താണ് സ്ത്രീയുടെ എന്നാണ് ഷെയ്ഖ് സാലിഹ് ഉസൈമിൻ പറയുന്നത്. ഇതാണ് ഇസ്ലാമിലെ മഹത്തായ ഫത്വകൾ. ഈ ഫത്വ മുഖം മറയ്ക്കുന്ന വിഷയത്തിൽ ഇത് മാത്രമാണോ? ഫത്വ അല്ല. മുഖം തുറന്നിടൽ എന്ന് പറഞ്ഞിട്ട് വേറെ ഫത്വയുണ്ട്. അതിലും ഷെയ്ഖ് സാലിഹ് ഫൗസാനാണ് അതിന് മറുപടി പറയുന്നത്. അതെങ്ങനെയാണ് പറയുന്നത്? സ്ത്രീകൾ അവരുടെ മുഖം മറയ്ക്കേണ്ടതില്ലെന്നും മുഖം തുറന്നിടൽ ഹറാമല്ലെന്നും ചിലർ വാദിക്കുന്നു. ഹജ്ജിൽ പ്രത്യേകിച്ചും ഇതിലെ ഇസ്ലാമിക വിധി പ്രതീക്ഷിക്കുന്നു. ഷെയ്ഖ് സാലിഹ് ഫൗസാൻ എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു സലഫി പണ്ഡിതനാണ്. സ്ത്രീകളുടെ മുഖം ഔറത്താണെന്നാണ് പ്രമാണങ്ങളിലൂടെ നമുക്ക് സ്ഥാപിക്കാൻ കഴിയുന്നത്. സ്ത്രീകളുടെ ഏറ്റവും ആകർഷണീയമായ ഭാഗം മുഖമാണ്. മനുഷ്യദൃഷ്ടികൾ കൂടുതൽ പതിയുന്നതും അതിൽ തന്നെ. സൗന്ദര്യത്തിൻ്റെ കേന്ദ്രമാണ് മുഖം. കവികളെല്ലാം കൂടുതൽ വർണ്ണിക്കാറുള്ളതും മുഖം തന്നെ. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ ഔറത്ത് മുഖമാണ്. അള്ളാഹു പറയുന്നു, കണ്ണുകൾ താഴ്ത്തുവാനും ഗുഹ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കുവാനും ബാഹ്യാലങ്കാരങ്ങളില്ലാതെ പ്രത്യക്ഷമാകാതിരിക്കാനും സത്യവിശ്വാസിനികളോട് നിങ്ങൾ പറയുക, അവൾ മക്കനകൾ കൊണ്ട് അവരുടെ മാറിടങ്ങൾ മറക്കട്ടെ. സൂറത്ത് നൂറിലെ 31-ാമത്തെ വചനമാണ്. എന്നിട്ട് പറയാണ്, ഈ ആയത്തിൽ പറഞ്ഞ പോലെ മുഖമക്കനകൾ മാറിൽ ഇടുമ്പോൾ സ്വാഭാവികമായും മുഖം മറയ്ക്കൽ വരുന്നതാണല്ലോ. ഇതുപോലെ അഹ്സാബ് സൂറത്തിൽ 59-ാം സൂക്തത്തിൽ പറയുന്ന ജിൽബാബ് ശരീരഭാഗത്തോട് അടുപ്പിക്കട്ടെ എന്ന് അർത്ഥം വരുന്ന വചനത്തെക്കുറിച്ച് ഇബ്നു അബ്ബാസിനോട് ചിലർ ചോദിച്ചപ്പോൾ മുഖം മറയ്ക്കുകയും ഒരു കണ്ണ് മാത്രം വെളിവാക്കുകയും ചെയ്തുകൊണ്ട് പ്രവർത്തന പദത്തിൽ തന്നെ ആ ആയത്തിന് വ്യാഖ്യാനം നൽകുകയാണ് ഉണ്ടായത്. അതായത്
ഒരു കണ്ണ് മാത്രം കാണിച്ചാൽ മതി എന്നാണ് ഇബ്നു അബ്ബാസ് പറഞ്ഞത്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഇബ്നു അബ്ബാസിൽ നിന്ന് ഈ ഹദീസ് ഉബൈദത്തുൽ സൽമാനി നിവേദനം ചെയ്യുന്നു. ഈ ആയത്ത് കൊണ്ടുള്ള വിവക്ഷ മുഖം മറയ്ക്കലാണെന്ന് ഇതുകൊണ്ട് വളരെ വ്യക്തമാണല്ലോ. ഇതുപോലെ ഇഹ്റാമിൽ സ്ത്രീയോട് മുഖാവരണം നീക്കം ചെയ്യാൻ കൽപ്പിക്കുന്നതിൽ നിന്ന് നമ്മൾ സദാ മുഖം മറയ്ക്കേണ്ടവളാണെന്ന് വ്യക്തമാണല്ലോ. മുഖം സംബന്ധമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അത് ഔറത്താണെന്ന് പറയുന്നവർക്കാണ് കൂടുതൽ തെളിവുകൾ. അൽ മുൻതഖ 3:154-155 ഇത് പറഞ്ഞിട്ടുള്ളത് ഷെയ്ഖ് സാലിഹ് ഫൗസാനാണ്. അപ്പം ഇവിടെ ഇസ്ലാമിലെ ഹിജാബ് എന്ന് പറഞ്ഞാൽ, ജിൽബാബ് എന്ന് പറഞ്ഞാൽ മുഖം മറച്ചാണ് നടക്കേണ്ടത് എന്ന് തന്നെയാണ് ഇസ്ലാമിലെ ആധുനിക സലഫി പണ്ഡിതന്മാരൊക്കെ ഫത്വ കൊടുത്തിട്ടുള്ളത്. എന്നിട്ടാണ് കേരളത്തിലിരുന്നിട്ട് ചില ആളുകൾ ഇസ്ലാമിൽ അങ്ങനെ ഒന്നുമില്ല, ഇസ്ലാമിൽ വളരെ ഹിജാബ് ഈസ് എ ചോയ്സ് എന്നൊക്കെ ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. ഹിജാബ് ഒരു ചോയ്സും അല്ല. ഹിജാബ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ കാണരുത്, ആ സ്ത്രീ ഇങ്ങനെ ഒരു ഏതെങ്കിലും കളറുള്ള ഒരു തുണിയായിട്ട് അങ്ങനെ പോകണം അങ്ങാടിയിലൂടെ. മനസ്സിലായില്ലേ? അതാരാണെന്ന് ആരും അറിയരുത്. ഇതാണ് ഒരു സ്ത്രീ ഇസ്ലാമിൽ. ഇസ്ലാമിലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ അവർക്ക് ഐഡൻറ്റിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു അഭിമാന ബോധമുള്ള ഒരു സ്ത്രീക്ക് ഈ മതത്തിൽ എങ്ങനെ തുടരാൻ കഴിയുമെന്നുള്ളത് അവർ തീരുമാനിക്കുക. ഓരോരുത്തരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. പക്ഷേ ഇസ്ലാം സ്ത്രീയെ പരിഗണിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് സാധാരണ പറയാറ്. സ്വതന്ത്രമായി ചിന്തിക്കുന്നവർക്ക് കൂടുതൽ ദൃഷ്ടാന്തമുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ ഫത്വയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഫിഡൽസിൻ്റെ യൂട്യൂബ് അല്ലാത്ത ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, എക്സ്, അതായത് പഴയ ട്വിറ്റർ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതും കൂടെ ഫോളോ ചെയ്താൽ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. മറ്റൊരു ഫത്വയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.